അപ്പൊ തൗബ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൗബയുടെ നിബന്ധനകൾ നമ്മൾ ആദ്യം അറിയണം. എന്താണ് തൗബ? തൗബയുടെ നിബന്ധനകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തൗബ ചെയ്യണം, തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ തൗബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട് അല്ലേ? തൗബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. ഒരു വിശ്വാസി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണമെങ്കിൽ ഇൻഷാ അള്ളാഹ് തൗബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. എല്ലാ തൗബയും സ്വീകരിക്കോ, എല്ലാവരുടെ തൗബകളും അള്ളാഹു കബൂലാക്കോ. എന്താണ് തൗബ? അതിനെ കുറിച്ചിട്ട് അറിയണം. ഇപ്പൊ തൗബ ചെയ്യണം എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല. കാരണം എന്താ? ഹബീബായ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അല്ലാഹുമ്മ ജഅൽനാ മിനത്ത് തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, തൗബ ചെയ്യുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി തൗബയെ കുറിച്ച് നമുക്ക് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എഴുതി വെക്കണം കേട്ടോ, നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്റെ ഉമ്മമാർ ഉപ്പമാർ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടൊരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകത്തെ മുഴുവൻ ആളുകളെ കൂട്ടത്തിൽ നിന്നും അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടജാലങ്ങളെ, ഈ ലോകത്തെ റബ്ബിന്റെ സൃഷ്ടിയായി മനുഷ്യനുണ്ടല്ലോ, ജിന്നുവർഗമുണ്ടല്ലോ, മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബേ, ആകാശഭൂമിലോകളം അതിന്റെ ഉള്ളിലുള്ള സർവ്വജരാ സൃഷ്ടജാലങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികളാണല്ലോ നബിയേ. ആ അല്ലാഹുവിന്റെ സൃഷ്ടികളെ മുഴുവനും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ സൃഷ്ടജാലങ്ങളെ മുഴുവനും ഇഷ്ടപ്പെടുന്ന ഒരു ആണോ പെണ്ണോ ഈ ലോകത്ത് ഉണ്ടോ റസൂലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ഉണ്ട് സ്വഹാബാ, ഉണ്ട് സ്വഹാബാ. ആരെ കുറിച്ചിട്ടാണ് നമ്മളെ പറയാൻ പോകുന്നത്? മുത്താറ്റൽ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഈ ഭൂമി ലോകം അല്ലാഹുവിന്റെ സൃഷ്ടിയാണല്ലോ. ഈ ഭൂമി ലോകത്ത് എന്തൊക്കെയുണ്ട്? നീലിമയുടെ നിലം ചാർത്തി നിൽക്കുന്ന നീലാകാശമുണ്ട്, പരന്നു കിടക്കുന്ന ഭൂമി ലോകമുണ്ട്, മരങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട്, കളകളാരവം ഒഴുകിക്കൊണ്ട് സമുദ്രത്തിന്റെ മനോഹരമായ ആഴങ്ങളിലൂടെ ഓളിട്ട് സഞ്ചരിക്കുന്ന മത്സ്യങ്ങളുണ്ട്. അല്ലാഹുവേ, ഈ ലോകത്ത് എന്തെല്ലാം ജനങ്ങളാണുള്ളത്, ഈ ലോകത്ത് ജീവിക്കുന്ന എന്തെല്ലാം സൃഷ്ടികളാണുള്ളത്. കണ്ണിന് കാഴ്ചക്ക് കുളിർമയേകുന്ന വർണ്ണശലഭങ്ങളായ പൂമ്പാറ്റകൾ, വർണ്ണശലഭങ്ങളായ പക്ഷിവർഗങ്ങൾ, വർണ്ണശലഭമായ മൃഗങ്ങൾ, ലോകത്ത് എന്തെല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ? പഴങ്ങളെ, മരങ്ങളെ, ഇഴജന്തുക്കളെ, എല്ലാം അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളോ ഒരുപോലെ ഒരു മനുഷ്യനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സ്വഹാബാ. ആരാണ് നബിയേ? ആരാണ് റസൂലേ? ആരാണ് റസൂലേ? ആ ഇഷ്ടപ്പെടുന്നവൻ ആരാണെന്നറിയോ? ആ ഇഷ്ടപ്പെടുന്ന ആണും പെണ്ണിന്റെ സ്വഭാവം എന്തെന്നറിയോ? അത് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ അല്ലാഹുവിന്റെ അടിമയാണ് സ്വഹാബാ. ഏഴാകാശം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ, ആകാശലോകത്ത് വർണ്ണശലഭമായ നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ലേ നിങ്ങളെ? ആകാശത്ത് മിന്നുന്ന താരകങ്ങളെ കണ്ടിട്ടില്ലേ? ആ താരകങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും അമ്പിളിമാമനും അതേ പ്രകാരം സൂര്യനും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ആരാണ്? മുത്തു റസൂലുള്ളാഹി പറയാണ്, തൗബ ചെയ്യുന്നവരാണ് സ്വഹാബ. തൗബ ചെയ്യുന്ന മനുഷ്യനെ ഭൂമി ലോകത്ത് ഇഷ്ടപ്പെടാത്തവരില്ല. തൗബ ചെയ്യുന്ന മനുഷ്യനെ ഭൂമി ലോകത്ത് ഇഷ്ടപ്പെടാത്തവരില്ല. അതുകൊണ്ട് തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. തൗബതൻ നസൂഹാ,
നസുഹായ തൗബ നിങ്ങൾ ചെയ്യണേ സ്വഹാബ, നസുഹായ തൗബ നിങ്ങൾ ചെയ്യണേ സ്വഹാബ, നസുഹായ തൗബ നിങ്ങൾ ചെയ്യണേ സ്വഹാബ. വരുന്ന 25 രാവിൽ നിന്ന് നമ്മളിലേക്ക് വരുമ്പോ 501 ഇസ്തിഗ്ഫാർ ചൊല്ലി മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുമ്പോ 27 രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ 29 നമ്മളിലേക്ക് കടന്നു വരുമ്പോ അതിലെല്ലാം തൗബ ചെയ്ത റബ്ബിന്റെ മുമ്പിൽ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് ഈ വിശുദ്ധമായ റമദാൻ നമ്മളോട് യാത്ര പറഞ്ഞു പോകുമ്പോ ആ റമദാനിനോട് നല്ല രൂപത്തിൽ സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും യാ ശഹറ റമദാൻ, അസ്സലാമു അലൈക്കും യാ ശഹറ റമദാൻ. റമദാൻ മാസമേ പോവുകയാണല്ലേ, അടുത്ത വർഷം നീ വരുമല്ലോ, 2024 നീ വരുമല്ലോ. പക്ഷേ ഞാനുണ്ടോ എന്ന് അറിയൂല. റമദാൻ 2024 വിശുദ്ധമായ റമദാൻ മാസം പുതിയ പ്രഭാതത്തോടെ കടന്നു വരുമ്പോ ആ റമദാനിനെ സ്വീകരിക്കാൻ നീയുള്ളവനുണ്ടോ എന്ന് അറിയൂല. അല്ലാ, അടുത്ത റമദാന് വരുമ്പോ, അടുത്ത തറാവി നിസ്കാരം വരുമ്പോ, അടുത്ത നോമ്പ് തുറ വരുമ്പോ, അടുത്ത റമദാൻ നിലാമ കടന്നു വരുമ്പോ ഞാനുണ്ടോ 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 എന്ന് പറയാൻ കഴിയൂല. അല്ലാ, കഴിയൂല. അല്ലാ, അതുകൊണ്ട് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്, കുറെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചവരാണ്. റമദാനാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്തതാണ്, റമദാനാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്തതാണ്, റമദാനാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ തെറ്റ് ചെയ്തു പോയില്ലേ? എത്ര പാകപ്പിഴവുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി. റമദാനാണെന്ന് അറിഞ്ഞിട്ട് പോലെ കണ്ണ് ഹറാമിന് വിട്ടുകൊടുത്തില്ലേ? റമദാനാണെന്ന് അറിഞ്ഞിട്ട് പോലും നാവ് കൊണ്ട് ഗീബത്ത് പറയാൻ നമ്മൾ മടി കാണിച്ചില്ല. റമദാനാണെന്നറിഞ്ഞിട്ട് പോലും നാവ് കൊണ്ട് ഗീബത്തും കുറ്റം കുറവും കളവും പറയാൻ നമ്മൾ മടി കാണിച്ചില്ല. റമദാനാണെന്ന് അറിഞ്ഞിട്ട് പോലും കുറ്റം പറയുന്നത് കേൾക്കുന്നത് തടയാൻ നമ്മുടെ കാതിനെ നമ്മൾ തടഞ്ഞില്ല. റമദാനാണെന്നറിഞ്ഞിട്ട് പോലും തെറ്റ് ചിന്തിക്കാത്ത മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുത്തില്ല. റമദാനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇബാദത്തിന് രസം കൂട്ടാതെ, സൽക്കർമ്മങ്ങൾക്ക് കട്ടികൂട്ടാതെ ഹറാമിയത്തിന്റെ പിന്നാലെ പോയവരാണ് സാധുക്കളായ നമ്മൾ. അല്ലാഹുവേ, മഹാന്മാര് റമദാൻ എങ്ങനെയാ, മഹാന്മാര് റമദാൻ എങ്ങനെയാ, മഹാന്മാര് റമദാൻ എങ്ങനെയാ? ഒരു സെക്കൻഡ് പോലും അവർ ഇബാദത്തിൽ നിന്ന് പിന്നോട്ട് നിന്നിട്ടില്ല, ഒരു സെക്കൻഡ് പോലും അവർ സൽക്കർമ്മത്തിൽ നിന്ന് പിന്നിട്ട് നിന്നിട്ടില്ല. നമ്മൾ എവിടെയാ ചെറുപ്പക്കാരാ, നമ്മൾ എവിടെയാ പെങ്ങളെ, നമ്മൾ എവിടെയാ ഉമ്മമാരെ, നമ്മുടെ റമദാൻ എവിടെയാ പ്രിയപ്പെട്ടവരെ? കുറ്റപ്പെടുത്തുകയാണെന്ന് ഒരാളും കരുതരുത്. ഉസ്താദ് ആദ്യം കൈ ചൂണ്ടുന്നത് എന്റെ നെഞ്ചത്തേക്കാണ്, നിങ്ങളെയല്ല. ഞാൻ ആദ്യം കൈ ചൂണ്ടുന്നത് എന്റെ നെഞ്ചത്തേക്കാണ്. എന്റെ ഹൃദയത്തെ തൊട്ടിട്ടാ ഞാൻ ചോദിക്കുന്നത്, എന്റെ ഹൃദയത്തിലേക്ക് കൈ ചൂണ്ടിയിട്ടാ ഞാൻ ചോദിക്കുന്നത്. നീ എന്തേ ചെയ്തത്? ഈ പരിശുദ്ധ റമദാനിൽ നീ എന്ത് സൽക്കർമ്മമാ ചെയ്തത്? ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ നീ എന്ത് സൽക്കർമ്മമാ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്? അള്ളാന്റെ ലോകത്ത് നാളെ പരലോകത്ത് ചെമ്പ് വഴിപ്പിച്ച തറയിൽ ഭൂമി ലോകത്തുള്ള സർവ്വ ആളുകളെയും നാളെ പരലോകത്ത് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, റമദാൻ മാസം നാളെ റബ്ബിന്റെ ലോകത്തേക്ക് കടന്നു വരുമ്പോ, ഈ റമദാൻ വന്നിട്ട് നീ എന്ത് ചെയ്തടാ എന്ന് എന്നോട് നാളെ റബ്ബിന്റെ ലോകത്ത് നിന്ന് കോടിക്കണക്കിന് ജനസാഗരങ്ങളെ സാക്ഷിയാക്കി ചോദിക്കുമ്പോ എന്ത് മറുപടിയാ എനിക്ക് നാളെ പരലോകത്ത് പറയാനുള്ളത്? എന്ത് മറുപടിയാ അള്ളാന്റെ ലോകത്ത് എനിക്ക് പറയാനുള്ളത്? ഇങ്ങനെ ഓരോരുത്തരും മനസ്സിലേക്ക് അങ്ങ് ചിന്തിച്ചു നോക്കിയേ. ഞാൻ കുറെ ഖുർആൻ ഓതിയല്ല, ഞാൻ കുറെ സ്വലാത്ത് ചൊല്ലിയല്ല, ഞാൻ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തു അല്ലാ, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ റമദാൻ മാസം നാളെ ചോദിക്കുന്ന ചോദ്യമുണ്ട് മോനെ, നിന്റെ കൽബ് തട്ടിയിട്ട് നീ തൗബ ചെയ്തിട്ടുണ്ടോ മോനെ? എത്ര അവസരം നിനക്ക് തന്നില്ലേ? ഒരു സുന്നത്തിന്റെ ഫർളിന്റെ കൂലി തന്ന റമദാൻ
സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട റമളാൻ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ട റമളാൻ, ഇബ്ലീസിനെ ചങ്ങലയിൽ ബന്ധിച്ച പരിശുദ്ധ റമളാൻ, തലയിൽ തൊപ്പി ധരിച്ച വല്ല ഫർദിന്റെ കൂലിയുള്ളവനെ പഠിപ്പിച്ച റമളാൻ, ഉറക്കുന്ന പോലെ ഇബാദത്തിന്റെ പ്രതിഫലമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പരിശുദ്ധമായ റമളാൻ, വദുആഉ മുസ്തജാബാ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ റമളാൻ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട പക്ഷികളും പറവകളുമെല്ലാം ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ റമളാൻ, ആദം നബിക്ക് കിട്ടാത്ത, നൂഹ് നബിക്ക് കിട്ടാത്ത, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിക്കാത്ത, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിക്കാത്ത, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിക്കാത്ത, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിക്കാത്ത, കഴിഞ്ഞുപോയ 1,00,000-ൽ പരം പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞുപോയല്ലോ. ആ പ്രവാചകന്മാർക്കെല്ലാം അല്ലാഹ് നൽകാതെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കനിഞ്ഞു നൽകിയ പരിശുദ്ധമായ റമളാൻ, ഇതൊരു പ്രകാശമാണ് നബിയെ, ഇതൊരു പ്രഭയാണ് നബിയെ, ഇത് സ്വർഗ്ഗത്തിൽ നടിക്കുന്ന കാറ്റാണ് നബിയെ. റമളാനിൽ റയ്യാൻ എന്ന കവാടം, സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നിട്ടുണ്ട് നബിയെ. ഈ റമളാൻ മാസം മരിച്ചവരെ കബറിന്റെ അകത്ത് അല്ലാഹു ചോദ്യം തരൂല. റമളാൻ മാസം മരിച്ചവരുടെ കബറിന്റെ അകത്ത് റയ്യാൻ എന്ന കവാടം അല്ലാഹു തുറന്നു കൊടുക്കുന്നതാ. ഇങ്ങനെ എത്രയെത്ര മഹത്വങ്ങൾ, എത്രയെത്ര ശ്രേഷ്ഠതകൾ, എത്രയെത്ര മഹത്വങ്ങൾ, പവറുകൾ അല്ലാഹു ഒന്നിന് പുറകെയായി പരിശുദ്ധമായ വിശുദ്ധ റമളാനിൽ ഓഫർ തന്നപ്പോ, പെരുന്നാളിന്റെ അങ്ങാടിയിലെ ഷോപ്പിൽ ഓഫർ വരുമ്പോ ഓഫറിന്റെ പിന്നാലെ പോവാൻ നമ്മുടെ ബുദ്ധി പോകുന്നുണ്ടല്ലോ. ഓണത്തിനൊരു ഓഫർ വരുമ്പോ, പെരുന്നാളിനൊരു ഓഫർ വരുമ്പോ, റംസാനിന് ഓഫർ വരുമ്പോ, വിഷുവിന്റെ പേര് പറഞ്ഞൊരു ഓഫർ വരുമ്പോ, ക്രിസ്തുമസിന്റെ പേര് പറഞ്ഞൊരു ഓഫർ വരുമ്പോ, ഷോപ്പുകളിലും ആളുകളിലും അങ്ങാടികളിലും കച്ചവട സ്ഥാപനങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഓഫറിന്റെ പിന്നാലെ പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് വേണം, അത് നമ്മൾ ലാഭിക്കണം. അതുപോലെ തന്നെ അതിലേറെയായി അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ഓഫറാണ് വിശുദ്ധമായ റമളാൻ. അതുപോലെ എന്നല്ല, അതിലേറെയായി എത്രയോ ഡബിൾ ഇരട്ടിയായി അല്ലാഹു നമുക്ക് നൽകിയ വിശുദ്ധമായ റമളാൻ. വഅമലഹു മുളാഅഫാ, റബീഉൽ അവ്വൽ പോലെയല്ല, മുഹറം പോലെയല്ല, റജബ് പോലെയല്ല, ശഅബാൻ പോലെയല്ല, ദുൽഹിജ്ജ പോലെയല്ല, മറ്റുള്ള മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് വിശുദ്ധമായ റമളാനിൽ അല്ലാഹു തരുന്നതെന്നറിഞ്ഞിട്ട് പോലും മറ്റുള്ള മാസങ്ങളെ പോലെ റമളാൻ മാസത്തെ കണ്ടവരെ, മറ്റുള്ള മാസത്തിലെ രാത്രിയെ പോലെ റമളാനിന്റെ രാത്രിയെ കണ്ടവരെ, മറ്റുള്ള മാസത്തിലെ ഇബാദത്തിനെ പോലെ റമളാൻ മാസത്തിന്റെ ഇബാദത്തിനെ കണ്ടവരെ, നമുക്ക് നാളെ പരലോകത്ത് റമളാന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, മക്കളെ നാളെ റമളാൻ, നാളെ പരലോകത്ത് വരുന്നതാണ് സ്വഹാബ. തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് മുത്തു റസൂലുള്ള പറയുകയാ, നാളെ പരലോകത്ത് റമളാൻ വരും സ്വഹാബ. ആ റമളാൻ വന്നുകൊണ്ട് അനുകൂലമായി സാക്ഷി പറയണം സ്വഹാബ. അനുകൂലമായ സാക്ഷി പറയുമ്പോഴാണ് ഈ നോമ്പ് അല്ലാഹു സ്വീകാര്യത തരുന്നത്, ഈ തറാവിക്ക് അല്ലാഹു സ്വീകാര്യത തരുന്നത്, ഈ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു സ്വീകാര്യത തന്നത്. ഉമ്മമാരെ, ഡോക്ടർമാരെ നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ നോമ്പെടുത്തത് റമളാനിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ടല്ലേ? ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അല്ലാഹുവേ ശരീര
ശരീരത്തിന് ക്ഷീണമാണ്, ശരീരത്തിന് തളർച്ചയാണ്, ശരീരത്തിന് പ്രയാസമാണ്. എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നായി നമ്മുടെ ശരീരത്തെ വേട്ടയാടുമ്പോൾ പോലോ അല്ലാഹുവേ ഈ റമദാനിലെ നോമ്പ് ഞാൻ ഒഴിവാക്കൂല, ഈ റമദാനിലെ സൽക്കർമ്മ ഞാൻ ഒഴിവാക്കൂല, ഈ റമദാനിലെ പുണ്യപ്രവർത്തനങ്ങളെ ഒഴിവാക്കൂല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്ത വലിയുമ്മമാരെ, വിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്ത വലിയുപ്പമാരെ, നിങ്ങൾക്ക് ക്ഷീണമില്ലാഞ്ഞിട്ടല്ലോ, നിങ്ങൾക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ലോ, നിങ്ങൾക്ക് കഥപ്പില്ലാഞ്ഞിട്ടല്ലോ, പക്ഷേ വിശുദ്ധമായ റമദാനിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. രാവിലെയാകുമ്പോ കടലിൽ ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാരാ, സുബഹിയുടെ മുന്നേ പച്ചക്കറിക്കോ മറ്റുമായ കച്ചവടത്തിന് പോകുന്ന ചെറുപ്പക്കാരാ, നല്ല വെയിലാണ്, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ റമദാൻ നമുക്ക് കഴിയൂലല്ലോ എന്നറിഞ്ഞിട്ട് പോലും പട്ടാപ്പകൽ വെയിലത്ത് കച്ചവടത്തിനും ജോലിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, ബസ് ലോറി ഓട്ടോറിക്ഷ തിരക്കുകൾക്കിടയിൽ ഓടിച്ചിട്ട് കുടുംബം പോറ്റുന്ന ഡ്രൈവർമാരെ, ബിസിനസ്സുകാരെ, കച്ചവടക്കാരെ, എല്ലാം നമ്മൾ ചെയ്തു കൂട്ടുമ്പോ റമദാനാകുമ്പോ നമുക്ക് ക്ഷീണമില്ലാഞ്ഞിട്ടല്ലോ, റമദാനാകുമ്പോ ചെറിയ പ്രയാസമില്ലാഞ്ഞിട്ടല്ലോ, പക്ഷേ അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങണമെന്ന ആഗ്രഹം വെച്ചിട്ടല്ലേ നമ്മൾ നോമ്പെടുത്തത്, കുടുംബം പോറ്റണമെന്ന ആഗ്രഹം വെച്ചിട്ടല്ലേ നമ്മൾ ജോലിക്ക് പോകുന്നത്. ഇങ്ങനെയെല്ലാം മനസ്സിനെ നമ്മളെ പാകപ്പെടുത്തിയെടുത്തിട്ട് ആ മനസ്സിലേക്ക് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നിങ്ങളെ മനസ്സിൽ വരട്ടെ, മുത്തു റസൂലുള്ളാഹിന്റെ ഹദീസ് നമ്മുടെ മനസ്സിൽ വരട്ടെ. നിങ്ങളെ തൗബ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടണേ സ്വഹാബാ. അല്ലാഹ് ഇഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരനായി നീ മാറണോ, അല്ലാഹ് ഇഷ്ടപ്പെട്ടൊരു ഉമ്മയായി നിങ്ങൾ മാറണോ, അല്ലാഹ് ഇഷ്ടപ്പെട്ടൊരു ബാപ്പയായി നിങ്ങൾ മാറണോ, അല്ലാഹ് ഇഷ്ടപ്പെട്ടൊരു പെണ്ണായി പൊന്നുമോളെ നീ മാറണം മോളെ. അല്ലാഹ് ഇഷ്ടപ്പെട്ടവരായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹ് മാത്രമല്ല മുത്തുനബി പൊരുത്തപ്പെട്ടവരായി നമ്മൾ മാറുക, ആകാശം പൊരുത്തപ്പെട്ടവരായി മാറുക, ഭൂമി പൊരുത്തപ്പെട്ടവരായി മാറുക, സമുദ്രം പൊരുത്തപ്പെട്ടവരായി മാറുക. അല്ലാഹുവേ അല്ലാഹുവേ ചരിത്രം പറയുകയാണ്, ചരിത്രം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇങ്ങനെ എല്ലാ സൃഷ്ടിജാലങ്ങളും പൊരുത്തപ്പെട്ട ഒരാളായി മാറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് റസൂലേ ഒന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, നീ തൗബ ചെയ്യണം സ്വഹാബ, തൗബ ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം സ്വഹാബ. നമ്മൾ പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ തൗബ ചെയ്യുന്നത്? അതല്ല, അത് ധരിച്ചിടത്ത് മനസ്സിലാക്കിയിടത്ത് പിഴച്ചാണ്. തൗബ എന്ന് പറയുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ്. അത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും, തെറ്റ് ചെയ്തവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നബി മുഹമ്മദ് മുസ്തഫ പാപങ്ങളോരോ മെന്നിനി പറയേണ്ടതാ, വിജനസ്ഥലം മദീനേറ്റവും നല്ലതാ, നീ ചെയ്ത തെറ്റിൻ്റാഴമോർത്തോട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിമ റബ്ബിന് തോന്നണോ, പടിവാതിലൊഴിയാ തവിടെ നിന്ന് നീ കരയണോ, നീ തൗബ ചെയ്യണോ, അല്ലാഹുവിലേക്ക് മനസ്സറിഞ്ഞ് മടങ്ങണോ. അങ്ങനെ തൗബ ചെയ്യാനും മനസ്സ് കാണിച്ചവരാരാ? അവരെ ആകാശഭൂമി ലോകം അതിനകത്തുള്ള എല്ലാം 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 ഇഷ്ടപ്പെടുമെന്ന തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നോട്ട് ദ പോയിന്റ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെടാം, മുത്തുനബി ഇഷ്ടപ്പെടാം, ആകാശം, ഭൂമി, മലക്കുകള്, ജിന്നുകള്, ലോകത്ത് എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞോളൂ ഇതൊക്കെ പൊരുത്തപ്പെടാം. ആന, കടുവ, പുലി, പിന്നെ മൃഗങ്ങള്, പക്ഷികള്, പറവകള്, മരങ്ങള്, കാടുകള്, മലകള്, എന്തൊക്കെയല്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മളെ ഇഷ്ടപ്പെടണോ? നമ്മൾ തൗബ ചെയ്യുന്നവരായി മാറണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ചെയ്യാൻ പോവാണ്. ഇന്ന് 25 രാവ്, 27 രാവ്, 29 രാവ്. തൗബ ചെയ്യണം. ചെയ്യണ്ടേ? നിങ്ങൾ പറയും ഇൻഷാ അല്ലാഹ് പറയും. ഒരു 3 വട്ടം എല്ലാവരും പറഞ്ഞാണ്. ആ ഇൻഷാ അല്ലാഹ് പറഞ്ഞാണ്. നോക്കിക്കല്ലേ ഒരു 3 വട്ടം പറയും. ആ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇത് മറ്റേ ഇൻഷാ അല്ലാഹ് ആവരുത് കേട്ടോ. ആ നാളെ വാട്ടോ. ആ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് 6 മാസത്തെ കാലാവധിയാണ് പറഞ്ഞിട്ട് ഒരു അഗ്രിമെന്റ് ചെയ്തിട്ട് പോക്കാം. ആ ഇൻഷാ അല്ലാഹ് ആവരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബ ചെയ്യാം. തൗബയാവണം. ഇതിപ്പെങ്ങനെ തൗബയാവണമെങ്കിൽ കുറച്ച് നിബന്ധനകളുണ്ട്. അതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ വിഷയം തന്നെ. അതാണ് തൗബയുടെ നിബന്ധനകൾ. തൗബയുടെ നിബന്ധനകൾ. തൗബ ചെയ്താലുള്ള കൂലി എത്രയാണ്? തൗബെങ്ങാനും ചെയ്ത് മരണപ്പെട്ടു പോയാല് തൗബെങ്ങാനും ചെയ്ത് മരണപ്പെട്ടു പോയാല് അതിന്റെ ഒരു കൂലി എത്രയാ? അതിന്റെ ഒരു പ്രതിഫലം എത്രയാ പ്രിയപ്പെട്ടവരെ? തൗബ ചെയ്തെങ്ങാനും മരണപ്പെട്ടു പോയാൽ തൗബയുടെ നിബന്ധനകൾ നമ്മൾ പറയാം. തൗബ ചെയ്ത് മരണപ്പെട്ടു പോയാൽ ഞാൻ ചോദിക്കട്ടെ, ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നപ്പോ നമ്മൾ തെറ്റ് ചെയ്യാതെയാണ് പുറത്തു വന്നത് അല്ലേ? ഈ കൂട്ടത്തിൽ ഇപ്പോ ഹോസ്പിറ്റലിൽ പ്രസവിച്ചവരുണ്ടാവും. ഇപ്പൊ കുറെ പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാവും. ഓലൊക്കെ വീട്ടിൽ തന്നെ കയറി ഓലൊക്കെ പ്രസവിക്കപ്പെട്ടത് ആണല്ലോ. വീട്ടില്, കാരണം പഴയ കാലല്ലേ, ഹോസ്പിറ്റലൊക്കെ വളരെ കുറവാണ്. ഇന്നിപ്പോ എല്ലാവരും ഹോസ്പിറ്റലിലായി, വീട്ടിലായി. ഗർഭിണികളുണ്ട്, അള്ളാഹുൽക്ക് സുഖപ്രസവം കൊടുക്കട്ടെ. ചില ആളുകൾ, ഈ കൂട്ടത്തിൽ ചില ആളുകൾ വീട്ടിൽ പ്രസവിക്കപ്പെട്ടവരുണ്ടാവും, ഹോസ്പിറ്റലിൽ പ്രസവിക്കപ്പെട്ടവരുണ്ടാവും അല്ലേ? ചിലത് പോകുന്ന വാഹനത്തിൽ നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അള്ളാഹു ഗർഭിണികൾക്കൊക്കെ അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ. എല്ലാ വിഷമം, എല്ലാ പ്രയാസം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. 13 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മിസ്രിയ എന്ന സഹോദരി ചെറിയ വിഷമത്തിലാണ്. ആ വിഷമം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇന്ന് അൽഹംദുലില്ലാ ഇന്ന് 4 or 5 സന്തോഷ വാർത്തകൾ മക്കളുണ്ടായത് മാത്രം ഇന്നിവിടെ വന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹു അല്ല അനുഗ്രഹിക്കട്ടെ. ഉൽക്ക് അള്ളാഹ് നിലർത്തട്ടെ. ഉൽക്കും നമുക്കും മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹ് സ്വാലിഹായ മക്കളെ തരട്ടെ. അപ്പൊ തൗബ ചെയ്താല് നമ്മൾ പ്രസവിക്കപ്പെട്ട് വീണ ഉടനെ നമ്മൾ ഒരു തെറ്റില്ലാത്ത ആളുകളായിട്ടാണ് മാറിയത് ആണല്ലോ. അതാണ് ചെറിയ കുഞ്ഞു മക്കളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ മജ്ലിസിൽ ഉണ്ടെങ്കിൽ ആ മജ്ലിസിന് ഉത്തരണ്ട് എന്നാണ്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ചെറിയ കുഞ്ഞു പൂമ്പാറ്റകളുണ്ട്, ചെറിയ മക്കൾ. ഒരു തെറ്റിയില്ലല്ലോ. അപ്പൊ ഓലൊക്കെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ആമീൻ ആമീൻ പറയുമ്പോ പലരും പറയും, ഉസ്താദെ ഈ പൂമ്പാറ്റ ഉസ്താദ് ദ്വാരിക്കുമ്പോ അങ്ങനെ ഉസ്താദിനെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ആമീൻ ആമീൻ അറിയും, അല്ലാ അല്ലാ ആമീൻ ആമീൻ അറിയും. ചെറിയ മക്കള്, നമ്മുടെ പൂമ്പാറ്റ കുട്ടികളെ അല്ലാഹു നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കട്ടെ. മക്കൾക്കൊക്കെ നോമ്പുണ്ടോ? നമ്മളെ പൂമ്പാറ്റക്കൊക്കെ നോമ്പുണ്ടോ? ഉച്ചവരെക്കത്തെ നോമ്പൊക്കെ നോറ്റിണ്ടാവും ചിലവര് അല്ലെ? ഇന്ന് ഉച്ചവരെ, എന്നിട്ട് നാളെ ഉച്ചവരെ, അപ്പൊ ഒന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. പൂമ്പാറ്റകളൊക്കെ അൽഹംദുലില്ലാ നല്ല മക്കളാവട്ടെ. മക്കളുണ്ട് അൽഹംദുലില്ലാ. നമ്മളെ പൂമ്പാറ്റകളൊക്കെ സദസ്സിലുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കട്ടെ, നല്ല പൂമ്പാറ്റ കുട്ടികളാക്കട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹുവേ ഞങ്ങളെ മക്കളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പെരുന്നാക്കൊക്കെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തില്ലേ? പൂമ്പാറ്റകൾ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഓല കൊണ്ട് പറയാം, പെരുന്നാക്കൊക്കെ ഡ്രസ്സ് എടുപ്പിക്കണം കേട്ടോ. കുപ്പായൊക്കെ വാങ്ങി തരാൻ പറയാം. പുതിയ കുപ്പായം, നല്ല കുപ്പായം, നല്ല ഡ്രസ്സ്, നല്ല പാന്റ്, നല്ല മിടി, നല്ല തുണി, നല്ല ഷൂവ്, നല്ല ചെരുപ്പ്, അതൊക്കെ വാങ്ങി തരാൻ പറയും ഉമ്മച്ചിനോട് ഉപ്പച്ചിനോടൊക്കെ കേട്ടോ. എല്ലാരും വാങ്ങി തരാൻ പറയും. അത് പറ്റില്ല, പെരുന്നാക്ക് വാങ്ങി തരാൻ പറയണം ഇൻഷാ അല്ലാഹ്. പെരുന്നാൾ റാഹത്താക്കണം. പെരുന്നാൾക്ക് നേരത്തെ പള്ളിയിൽ പോകണം, പുതിയതൊക്കെ മാറ്റി നല്ല റാഹത്തിൽ കുളിച്ചിറങ്ങി ശരീരത്തിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് പെരുന്നാൾക്ക് ഉഷാറായിട്ട് പെരുന്നാൾക്ക് പള്ളിയിൽ പോകണം. തക്ബീർ ചെല്ലണം. പെരുന്നാൾ രാവിലെ നമുക്ക് തക്ബീർ ഉണ്ടാവും. പെരുന്നാൾ രാവിലെ റമളാൻ നിലാവിന്റെ മജ്ലിസിൽ ഇരുന്നിട്ട് നിങ്ങൾ അറിനിലാവിന്റെ മജ്ലിസിൽ നിന്ന് തക്ബീർ ചെല്ലണം. അൽഹംദുലില്ലാ. എല്ലാവരും പെരുന്നാൾക്ക് വിരുന്നൊക്കെ പോകണം. അല്ലാഹ്. അപ്പൊ പൂമ്പാറ്റകളൊക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
അപ്പൊ പറഞ്ഞു വരുന്നത് ഓലില്ല മജ്ലിസിൽ നിന്ന് ദുആക്ക് ഉത്തരം ഉണ്ടാവുന്നതാണ്. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. ഞാനത് പറയുമ്പോൾ മക്കളില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമാവും. അല്ലാഹുവിൽക്ക് മക്കളെ കൊടുക്കട്ടെ. അപ്പോ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സന്താനങ്ങളെ, ആ പ്രിയപ്പെട്ട സന്താനങ്ങൾ ചെറിയ മക്കൾ മജ്ലിസിൽ നിന്ന് ആമീൻ പറയുമ്പോൾ ഉത്തരം കിട്ടുമെന്നാണ്. ഉത്തരം കിട്ടുമെന്നാണ്. ചെറിയ പൂമ്പാറ്റകൾ ഉണ്ടെങ്കിലേ ഓല് മജ്ലിസിൽ ഉണ്ടെങ്കിൽ ഓലെടുക്കുന്ന നമ്മൾ ആമീൻ പറയുമ്പോൾ ഉത്തരം കിട്ടുന്ന, കാരണം ഓല് തെറ്റ് ചെയ്യാത്ത ചെറിയ മക്കളാണ്. അപ്പൊ ഓലില്ല സദസ്സിന്റെ ബർക്കത്തുണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടുന്നതാണ്. ചരിത്രം എങ്ങനെയൊക്കെ കിടക്കുന്ന അറിയാം. അപ്പൊ ആ ചെറിയ മക്കള് തെറ്റില്ലാത്തവരെ പോലെ ഇതേ പ്രകാരമാകും നമ്മൾ തൗബ ചെയ്താൽ. പടച്ചോനെ, ഞാനൊക്കെ അതേമാർക്ക് ആകും ഉസ്താദേ, കാരണം കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ തെറ്റ്, വൻപാപവും ചെറുപാപം ചെയ്ത് കൽബ് കറുത്തു പോയിട്ടുണ്ട്. എല്ലാം മായ്ച്ചു കളയണം. എല്ലാം കുത്തി പറഞ്ഞ് മായ്ച്ചു കളയണം. നമ്മൾ എല്ലാം മായ്ച്ചു കളയണം. ഇസ്തിരിപ്പെട്ടി കണ്ടില്ലേ? ഇസ്തിരിപ്പെട്ടിന്റെ അടിഭാഗം ഇങ്ങനെ കറുത്തിട്ടുണ്ടാവും. അത് നമ്മളിങ്ങനെ ചുരണ്ടി ഇങ്ങനെ എടുക്കും അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കറുത്തു പോയാൽ അതിങ്ങനെ കമ്പി കൊണ്ട് ചുരണ്ടിയെടുക്കും. ഇതേപോലെ കൽബ് ചുരണ്ടിയെടുക്കണം. നമുക്ക് തൗബ ചെയ്ത് ചൊരണ്ടിയിട്ട് വൻപാപം ചെറുപാപം എല്ലാം കൽബിൽ നിന്ന് ഇങ്ങനെ പോകണം. കളവ് പറഞ്ഞത്, ഗീബത്ത് പറഞ്ഞത്, കള്ളു കുടിച്ചത്, വ്യഭിചരിച്ചത്, പലിശ വാങ്ങിയത്, അറാമ് തിന്നത്, അറാമ് കഴിച്ചത്, അറാമ് പറഞ്ഞത്, അറാമ് കേട്ടത്, അറാമ് ചിന്തിച്ചത്, അല്ലാ എന്തൊക്കെ ഉണ്ടോ അതും എല്ലാം ഇങ്ങനെ ചുരണ്ടി കൽബിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടിയിട്ട് ഇങ്ങനെ കളയണം. ഓരോന്ന് കൽബിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി ഒക്കെ ചുരണ്ടി കണ്ട കളഞ്ഞിട്ട് കൽബങ്ങ് നന്നാക്കണം. തൗബയിലൂടെ മനസ്സങ്ങ് വെളുപ്പിക്കണം. നമുക്ക് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞ സംഗതി നടക്കും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നിങ്ങളാലോചിച്ചു, ഉസ്താദേ അങ്ങനെ കൽബ് ചൊരണ്ടിയവിടെ മുറിയാവൂലേ? അങ്ങനെ ചൊരണ്ടാനല്ല പറഞ്ഞത്, കത്തി എടുത്താണ് ചൊരണ്ടാനല്ല പറഞ്ഞത്. അതിനുള്ള കത്തി, അതിനുള്ള ആയുധം അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ, അതാണ്. അല്ലാതെ ഇപ്പൊ എങ്ങനെ ഉസ്താദ് ഇപ്പൊ ഇങ്ങനെ പറയണത്? ഇങ്ങനെ ഇപ്പൊ കത്തി എടുത്താണ്ട് ചൊരണ്ടിക്കളയാം. തെറ്റെങ്ങനെ? അങ്ങനെയല്ല, ഇസ്തിഗ്ഫാർ കൊണ്ട് ചൊരണ്ടിക്കളയാം. അങ്ങനെ കുമിട്ടായിട്ടും ചിന്തിക്കണോലുണ്ടാവേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് പറയണത്. ഇസ്തിഗ്ഫാർ കൊണ്ട് കൽബ് ചൊരണ്ടിക്കളയാം. ഇനി പറയാം തൗബയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? അത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞതുപോലെ ചെയ്യണം. റെഡിയാണോ? ആണോ അല്ലേ? ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയും. പക്ഷെ ഞാൻ കേക്കട്ടെ. നിങ്ങൾ റെഡിയാണോ അല്ലേ? ഞാൻ കേക്കട്ടെ. ഇനിയിപ്പോ നിങ്ങള് അല്ലാന്ന് പറഞ്ഞാൽ എനിക്കിത് പറയാൻ നിർബന്ധ, കാരണം ഞാൻ വാതിന് വിഷയമായിട്ട് പോയില്ലേ. അപ്പൊ ഞാൻ പറയണം. എന്നാലും നിങ്ങളൊന്ന് പറയും സമാധാനത്തിന്. റെഡിയാണ്? ഓക്കെ അല്ലേ? റെഡിയാന്ന് പറഞ്ഞാൽ റെഡി ആവേണ്ടി വരും കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ആവേണ്ടി വരും. ചിലക്കാരെ ഒന്നും പറയാതെ നിൽക്കുക. മൂലരെന്താ പറയണം നോക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. നോ എന്ന് പറയണല്ലോ അപ്പൊ പൊക്കണം. അൽഹംദുലില്ലാഹ്, റെഡിയാണോ? തൗബയുടെ നിബന്ധനകൾ പറഞ്ഞുതരാം. തൗബയുടെ നിബന്ധന നമ്മൾ ഇപ്പോഴാണ് അറിയേണ്ടത്. കാരണം എന്താ അറിയോ? തൗബ ചെയ്യാൻ സമയമായിട്ടുണ്ട്. പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയാം. എല്ലാവരുടെ ആയിട്ടില്ല തോന്നുന്നുണ്ട്. എല്ലാവരുടെ ഓക്കെ ആയിട്ടില്ലല്ലോ. എന്താ എല്ലാവരുടെ ഓക്കെ ആവാത്തെ? കമന്റിലൊരു ഉഷാറ് പോരല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ആവണം. അപ്പോഴല്ലേ വാദ ഉപകരിക്കുക. നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അതോടുകൂടെ കൽബിലും ഒരു മാറ്റം വരണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. തൗബയുടെ നിബന്ധനകൾ ഒന്ന് എഴുതി വെച്ചോളി. പറയാൻ പോകട്ടോ. പറഞ്ഞ അതേമാർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ പറ്റൂല, പറഞ്ഞ അതേമാർക്ക് ചെയ്യേണ്ടി വരും. കുപ്പനത്ത് ഹുസൈൻ ഹാജി വിശുദ്ധ റമദാനിൽ പ്രിയപ്പെട്ട കുപ്പനത്ത് ഹുസൈൻ ഹാജി എന്നിവർ മരണപ്പെട്ടു. അള്ളാഹു ഖബർ സ്വർഗ്ഗാക്കട്ടെ, വിശാലമാക്കട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ റെഡിയാണ്? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധമായ റമദാൻ മാസത്തിൽ തൗബ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവരെ, തൗബക്കല്ലാഹു നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ, വ്യക്തമായ തൗബ എന്ന് പറഞ്ഞാൽ, സ്വീകരിക്കുന്ന തൗബ എന്ന് പറഞ്ഞാൽ, അല്ലാഹു ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ ആ തൗബ തൗബയായിരിക്കണം. അല്ലാഹു ഒരു തെറ്റുകാരന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവരുടെ തൗബ തൗബയാവണം. സ്വഹാബാ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ,
ഒന്നാമത്തെ നിബന്ധന ഏതാണെന്നറിയോ? തൗബക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒന്നാമത്തെ നിബന്ധന ഏതാ? തൗബ കബൂൽ ചെയ്യുന്നതിൽ ശർത്തുള്ളതാ. സുഹൃത്തുക്കളെ അത് താഴെ ഞാൻ കുറിക്കുന്നതാ. നീ ചെയ്തതിൽ അതിരറ്റ ഖേദം വേണ്ടതാ. തൗബ അതാണ് അതാണ് അതാണെന്നും ഹദീസിൽ വന്നതാ. അടിതെറ്റിയാൽ മുടി ചെന്ന് തറ പറ്റുന്നതാ. അതുകൊണ്ട് ദുഃഖം കൊണ്ടു ഹൃദയ നിറയണോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തൗബ ഇതുകൊണ്ട് ദുഃഖം അതുകൊണ്ട് ദുഃഖം പൂണ്ടു ഹൃദയം നിറയണോ. ഇടിവെട്ട് കണ്ണിൽ നിന്ന് കുത്തി ചൊരിയണോ. കണക്കറ്റ ഗുണം ചെയ്യുന്ന റബ്ബിനനിഷ്ടമായി ഇവയൊക്കെ ഞാൻ ചെയ്തല്ലോ തന്നിഷ്ടത്തിലായി എന്നുള്ള ചിന്ത നിനക്ക് വന്നെത്തേണ്ടതാ. അതു കാരണം ലജ്ജിച്ചു തലതായി തേണ്ടതാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൗബയുടെ നിബന്ധന പറയുമ്പോ തൗബയുടെ നിബന്ധന കേൾക്കാൻ ഒരുങ്ങി നിൽക്കുന്ന റമദാൻ നിലാഹിന്റെ കുടുംബങ്ങളെ ആരംഭ റസൂലുള്ള ഒന്നാമത്തത് പറയുകയാണ്. തൗബ കബൂലാക്കണമെങ്കിൽ തൗബ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന ഏതാ? നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പോയ വൻപാപമാണെങ്കിലും ചെറുപാപമാണെങ്കിലും ആ പാപത്തിന്റെ അളവനുസരിച്ച് നീ വെട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് വല്ലാത്ത ഖേദം നിന്റെ മനസ്സിൽ നിന്ന് കൊണ്ടുവരലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉത്ലുബു മതാബൻ മിന്നദാമതി മുഖ്ലിയാ വബിഅസ്മി തരികി ദംബി ഫീ മസ്തഖബലാ. അല്ലാഹുവേ തൗബ കബൂലാക്കേണ്ടവരാരാ? തൗബ സ്വീകരിക്കണമെന്ന് മനസ്സറിയുന്നവരാരാ? എന്റെ തൗബ സ്വീകരിക്കണമെന്ന് മനസ്സിലങ്ങനെ തോന്നൽ വരുന്നതാരാ? അവരോട് മുത്തു റസൂലുള്ള പറയാ ഒന്നാമത്തെ നിബന്ധന ഏതാണ്? ചെയ്തു കൂട്ടിയ പാപഭാരങ്ങളെ ഓർത്ത് നിന്റെ കണ്ണ് നിറയലാണ് പെണ്ണേ. ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ച് നിന്റെ കണ്ണ് നിറയലാണ് ബാപ്പാ. ചെയ്തു കൂട്ടിയ വൻപാപങ്ങളും ചെറുപാപങ്ങളും മനസ്സിലേക്കൊരു നിമിഷം കൊണ്ടുവന്ന് നിന്റെ കൽബിനെ ആ ദുഃഖം കാരണം ആ വല്ലാത്ത ദുഃഖം കാരണം നീ ആലോചിച്ച് ഖേദിക്കലാണ് സ്വഹാബാ. ഞാൻ ചെയ്ത വൻപാപങ്ങള്, ഞാൻ ചെയ്ത കൊലപാതകോ, ഞാൻ ചെയ്ത വ്യഭിചാരോ, ഞാൻ ചെയ്ത മദ്യപാനോ, ഞാൻ പലിശ വാങ്ങിയത്, ഞാൻ ചെയ്ത തമ്മാടിത്തരങ്ങള്, ജീവിതത്തിന്റെ നിഗനமான മേഖലകളിലൂടെ പല പ്രദേശങ്ങളിലൂടെ രാജ്യങ്ങളിലൂടെ പല ജോലികളിലൂടെ പല നിമിഷങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോ സാഹചര്യം ഹറാമിയത്തിലേക്ക് എന്റെ ശരീരത്തെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആരും കാണാത്ത സമയത്ത് ആരുമില്ലാത്ത സമയത്ത് മറ്റൊരാളുമായി ഹറാമിയത്തിന്റെ ചാറ്റ് നടത്തിയത്, ആരുമില്ലാതെ മറ്റൊരാളുമായി വ്യഭിചാരം നടത്തിയത്, ആരുമില്ലാതെ മദ്യം കഴിച്ചത്, ആരുമില്ലാതെ ഹറാമ് പറഞ്ഞത്, കേട്ടത്, പ്രവർത്തിച്ചത്, ചെയ്തത്, പറഞ്ഞത് എല്ലാം എന്തെല്ലാം തെറ്റുകുറ്റങ്ങള് ഈ ശരീരം ചെയ്തു കൂട്ടിയിട്ടുണ്ടോ? എന്റെ ശരീരം എന്തെല്ലാം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിന്റെ ശരീരത്തെ ഏതെല്ലാം തെറ്റിന് നീ വഴിപ്പെടുത്തിയിട്ടുണ്ടോ? അരുതെന്ന്
പറഞ്ഞിട്ടും ചെയ്തു കൂട്ടിയില്ലേ, അരുതെന്ന് പറഞ്ഞിട്ടും പറഞ്ഞു കൂട്ടിയില്ലേ, അരുതെന്ന് പറഞ്ഞിട്ടും പോയില്ലേ. ഈ ശരീരം കൊണ്ട് തെറ്റിലേക്ക് നമ്മളെ കടന്നു പോയില്ലേ. ഇനി ശരീരത്തെ പിടിച്ചു നിർത്തുക. റമദാനിന്റെ 25 രാവിലും 27 രാവിലും 29 രാവിലും ഈ ശരീരത്തെ നിങ്ങൾ പിടിച്ചു നിർത്താൻ നോക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ഖബറിന്റെ അകത്ത് കിടക്കാനുള്ള ഈ ശരീരമുണ്ടല്ലോ, ഖബറിന്റെ അകത്ത് കിടക്കാനുള്ള ഈ ഭൗതിക ബോഡിയുണ്ടല്ലോ, ഖബറിന്റെ അകത്ത് കിടക്കാനുള്ള ഈ ഭൗതിക ശരീരമുണ്ടല്ലോ. എന്ത് കണ്ടിട്ടാ നമ്മുടെ ഖബറിൽ നമ്മൾ പോകുന്നത്? ആരെ കൂട്ടിനെ കണ്ടിട്ടാ നമ്മുടെ ഖബറിൽ നമ്മൾ പോകുന്നത്? എന്ത് വെളിച്ചം കണ്ടിട്ടാ നമ്മുടെ ഖബറിലേക്ക് നമ്മൾ പോകുന്നത്? ഈ ശരീരത്തെ മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെക്കുമ്പോ ഈ മയ്യത്ത് പ്രകാശിക്കുന്നത് മയ്യത്തായി മാറണ്ടേ ചെറുപ്പക്കാരാ? ഈ ശരീരം പ്രകാശിക്കുന്ന ഒരു ശരീരമായി മാറണ്ടേ പെങ്ങളെ? തൂബോ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരീരത്തിനെ ഖേദം പ്രകടിപ്പിക്കലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ നിബന്ധന ഒന്നാമത്തെ നിബന്ധന നമ്മളെല്ലാരും അതങ്ങനെ തന്നെ ചെയ്തിരിക്കണം. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ചെയ്ത തെറ്റുകൾ എന്താണോ അതിനെങ്ങനെ ആലോചിച്ച് റബ്ബേ ഞാൻ ചെയ്തല്ലോ, പറ്റിപ്പോയല്ലോ, എനിക്ക് ഭക്ഷണം തരുന്നനി, എനിക്ക് വെള്ളം തരുന്നനി, ഈ കണ്ണുകൾ ഞാൻ ചോദിക്കാതെ നീ എനിക്ക് തന്നതാ. കണ്ണുണ്ടായിട്ട് കാര്യണ്ടോ? കണ്ണുണ്ടായിട്ട് കാര്യണ്ടോ? കണ്ണിന് കാഴ്ച വേണം. കാഴ്ച തന്നനി അല്ലേ, കേൾവി ശക്തി തന്നനി. കണ്ണില്ലെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തൊരവസ്ഥയാണ്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് എല്ലായിരുന്നു കണ്ണടിച്ച് പിടിച്ച് എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ കണ്ണിൽ തട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വെളിച്ചം, ഇനി കണ്ണു നോക്കി, എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് തട്ടുന്നു. ഇതാണ് കണ്ണില്ലാത്തവരുടെ, കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ. പക്ഷേ അള്ളാഹു നമുക്കിതൊക്കെ തന്ന്, എന്തെല്ലാം നിയമത്ത് തന്ന്, ഈ ദുനിയാവിൽ ഒരുപാട് നിയമത്തുകൾ അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നു. പക്ഷേ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴവുകൾ, ശരീരം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോയി, ശരീരം അത് വേണമെന്ന് പറയുമ്പോൾ നമ്മളതിന് വഴിപ്പെട്ടു. എന്തെല്ലാം പാകപ്പിഴവുകൾ ജീവിതത്തിൽ. അതിനൊക്കെ മനസ്സറിഞ്ഞുള്ള ഖേദപ്രകടനം, വെറുതെ ഒരു കാട്ടിക്കൂട്ടലല്ല, മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ഖേദപ്രകടനം നമ്മുടെ മനസ്സിൽ നിന്ന് വേണം. നദാമത്ത് മുഖലിയ എന്നാണ് പറയുന്നത്. പറിച്ചു കളയുന്ന ശരീരത്തിൽ നിന്ന് തെറ്റിനങ്ങട്ട് വലിച്ച് പറിച്ചു കളയുന്ന രൂപത്തിലുള്ള ഖേദം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരണം. അതാണ് തൗബ. അതിനാണ് തൗബ എന്ന് പറയുന്നത്. വെറുതെ കാട്ടിക്കൂട്ടലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കാട്ടിക്കൂട്ടലുകൊണ്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. അങ്ങനെ തൗബ ചെയ്താൽ ഉറപ്പാണ് ആകാശഭൂമി മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടും. എല്ലാരും ആമീൻ പറഞ്ഞോളി, 3 വട്ടം ആമീൻ പറഞ്ഞോളി. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ആമീൻ പറഞ്ഞോളി, ഉറങ്ങാതെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ ഉറങ്ങണോണം മണ്ടക്ക് മുതിരുന്ന ആമീൻ പറയാൻ പറയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പോൾ നിബന്ധന 1, നമ്പർ 1 ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ചെയ്യോ ഇല്ലേ? ചെയ്യണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇനി അവിടെ ഞാൻ തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവിടെ നമ്മളിങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് വലിയ ആളാവാൻ നിൽക്കണ്ട. എല്ലാവരും മനസ്സറിഞ്ഞ് തൗബ ചെയ്യുമ്പോൾ, ചെയ്താലും ഇല്ലെങ്കിലും ഉസ്താദ് ഞങ്ങളൊക്കെ കള്ളനാക്കുക അല്ല, അള്ളാന്റെ മുമ്പിൽ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പൊറുക്കണം കേട്ടോ എന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്.
അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അള്ളാഹു പൊരുത്തപ്പെട്ടു. അള്ളാഹു പൊരുത്തപ്പെട്ടു. അപ്പൊ ഒന്നാമത്തെ നിബന്ധന, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ ആദ്യം പറയുന്നു, എന്റെ കൈ എങ്ങനെയാണ് ചൂണ്ടുന്നതെങ്കിലും ആ കൈ ആദ്യം ചൂണ്ടുന്നത് ഇങ്ങോട്ടാണ്, എന്റെ നെഞ്ചത്തിലേക്കാണ് ഞാൻ ആദ്യം ചൂണ്ടുന്നത്. കൈ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ കരുതും ആ ഉസ്താദ് ഇന്നെ തോണ്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നാലാൾക്കാരെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാണ്. അപ്പൊ ഉമ്മ പറയണേ, കുട്ടിമാനെ അന്നെ ചൂണ്ടിയിട്ടാണ് പറയണത്, മാളുട്ടിയെ അന്നെയാണ് ഉസ്താദ് ചൂണ്ടുന്നത്. അല്ല, ആ ചൂണ്ടന് ഞാൻ ഇന്നെ ചൂണ്ടുന്നത്, ഇന്നെയാണ് ആദ്യം ചൂണ്ടുന്നത്, പിന്നെയാണ് നിങ്ങളെ ചൂണ്ടുന്നത്. ആദ്യം എന്റെ കൽബിനോടാണ് ഞാൻ പറയണത്. ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞിട്ട് ഖേദപ്രകടനം നടത്താം. ഖേദപ്രകടനം എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. സ്നേഹം മനസ്സിൽ നിന്ന് വരേണ്ടതാണല്ലോ. മനസ്സിൽ നിന്ന് വന്ന സ്നേഹം പോകാൻ കുറച്ച് പാടാണ്, അല്ലെ? അത് കുറച്ച് പാടാണ്. മനസ്സിൽ നിന്ന് വന്ന സ്നേഹം പോവാന് കുറച്ച് പാടാണ്, വല്ലാത്ത പാടനേകരത്. ആ പാടൊരു പാടനെയാണ്. അതങ്ങനെയാണ്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരാം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ലാ ഞാൻ ചെയ്തല്ലോ, അല്ലാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടല്ലോ, ഞാൻ ചിന്തിച്ചല്ലോ. ഒരാള് ഓൻ കള്ളുടിച്ചണൊന്നുമില്ല, ഓൻ കള്ളുടിയനാണെന്ന് ഞാൻ എന്റെ കൽകൊണ്ട് ചിന്തിച്ചല്ലോ. തെറ്റാണതേ, തെറ്റാണ്. എന്താ കരുതിയേ? അത്രയും വലിയ ഗൗരവമാണ്. പക്ഷെ ആളുകൾക്ക് പലർക്കും ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണോ അത് ഞാൻ അറിയാതിരുന്നിട്ടാണോ എന്നറിയില്ല. കുറ്റം പറയുന്നതിന് ഒരു കുറവുമില്ല. ഗീബത്തും നമീമത്തും ഫസാദും പറയുന്നതിന് തീരെ കുറവില്ല. അത് കേൾക്കുന്നതിന് അത്രയും കുറവില്ല, അല്ലേ? ആലോചിക്കാൻ വേണ്ടി പറയാണ്. ഇനി അതല്ല, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ തിരുത്തിക്കോളാം. കുടുംബക്കാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അയൽവാസികൾ പരസ്പരം, ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കച്ചവടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത, കുത്തുവാക്ക്, ഗീബത്ത്, നമീമത്ത്, ഫസാദ്. മറ്റുള്ള പറയണൊക്കെ ഫസാദ്, ഞാൻ പറയണൊക്കെ കാര്യം. അല്ല കഥ, ഓള് പറയണൊക്കെ കുറ്റം, ഞാൻ പറയണൊക്കെ കാര്യം. പരി പോയി പറഞ്ഞാ മതി. തെറ്റാണോ? ഗീബത്താണോ നമീമത്താണോ? എല്ലാം തെറ്റ് തന്നെയാണ്, എല്ലാം തെറ്റ് തന്നെയാണ്. അള്ളാഹു നമ്മുടെ മനസ്സൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി. ഇനി ഞാൻ പറയട്ടെ, റമളാൻ കഴിഞ്ഞു, ഇനി നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ എങ്ങട്ടാ? റമളാൻ കഴിഞ്ഞു തുടങ്ങി, അല്ലേ? നോമ്പ് കഴിയാനായി. ഇവിടെ 24 നോമ്പ്, ഇന്നിപ്പോ 25 രാവാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവാണ്, അല്ലേ? ഞാനിത് പറയുമ്പോൾ നിങ്ങളെ കുറ്റം പറയാന്ന് കരുതരുത്. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാം. നിങ്ങളൊക്കെ നല്ല ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മളെ മജ്ലിസിന് ഇങ്ങനെ ഇജാബത്തും ദുആക്കൊക്കെ ഉത്തരം ഇങ്ങനെ കിട്ടി ഇങ്ങനെ പോണത്. ഇപ്പൊ ഇന്നൊരു ഉമ്മ എന്ന് പറഞ്ഞു, ഉസ്താദേ എന്റെ ആങ്ങള അപകടം പറ്റിയിട്ട് മരത്തുമെന്ന് വീണതാണ്, പിലാവുമെന്ന് ചക്കടുമ്പോ വീണതാണ്. ഡോക്ടർമാര് മടക്കായി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞതാണ്. അൽഹംദുലില്ലാ ആ കിടക്കുന്ന കിടത്തതിന്ന് നീച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താ കാരണം അറിയോ? അന്ന് രാത്രി തന്നെ വന്നിരുന്നു ആ കുടുംബം ഇവിടെ. നമ്മൾ ഓൽക്ക് വേണ്ടി ദ്വാരന്നിരുന്നു, നിങ്ങൾ ആമീൻ പറഞ്ഞിരുന്നു. അതാ പറഞ്ഞ നിങ്ങൾ ആമീന് വലിയ പോരിശുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആമീന് വലിയ പോരിശുണ്ട്, വലിയ ഉത്തരണ്ട്, നിങ്ങൾ നല്ല ആളുകളാണ്. പക്ഷെ പറയുമ്പോ എന്താ ചെയ്യണാണ്? നിങ്ങളെയാണ് ഉസ്താദ് കുറ്റം പറയണം. അങ്ങനെ ഒരിക്കലും കരുതരുത്. നിങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല, ഒരിക്കലും കുറ്റം പറയില്ല. നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി പറയണേ, എല്ലാവരെയും നമ്മളൊക്കെ നന്നാവാൻ വേണ്ടി പറയണം. നോമ്പ് ഇവിടെ കഴിയാനായി, 24 നോമ്പായി, നോമ്പ് കഴിയാനായി. ഞാൻ ചോദിക്കട്ടെ, ഇനി നമ്മൾ തെറ്റിക്കണവരോട് എന്നാ നമ്മളുമുണ്ട്? അല്ല, നിങ്ങൾ പറയും, തെറ്റിക്കണവരോട്. തെറ്റി നിൽക്കുന്ന ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാവും, ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഉണ്ടാവും. നമ്മൾ എന്നാ ഉണ്ട്? നിങ്ങൾ ഡേറ്റ് പറഞ്ഞാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു അവസരം തന്നിട്ട് ഇനി നമ്മൾ എന്നും മിണ്ടാനാ? ഓലും മരിച്ചിട്ട് ഓൻ അങ്ങനെ ഇനി ഓൾ ഇങ്ങനെ ഇനി പറയാനാണോ? എത്ര കുടുംബങ്ങൾ ഇവിടെ വന്ന് പറയണ്ടു, സാധേ അറിഞ്ഞില്ലാവ് കേട്ടതിന് ശേഷം ഞങ്ങൾ നന്നായിക്കണം, ഞങ്ങൾ അങ്ങോട്ട് സലാം പറയുന്നുണ്ട്, ഓല് ഇങ്ങോട്ട് മടക്കണില്ല എന്നുള്ളത്. അത് ഓലും അള്ളാഹു ആയിക്കോളും. നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കാം. എപ്പോഴും പറയുന്ന ഒരു വാക്കാണത്, നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാം. ഓല് തെറ്റെടുക്കാണ്, ഓലിപ്പോഴും നമ്മളെ കുറ്റം പറഞ്ഞെടുക്കാണ്. അത് ഓലും അള്ളാഹുവിട്ട് ആയിക്കോളും. ഓല് നന്നാവട്ടെ, ഓല് നന്നാവാനാണ് നമ്മൾ നമ്മളത് നോക്കി. നമ്മളത് നമ്മളല്ലേ നോക്കാല്ലേ പ്രിയപ്പെട്ടവര്, അല്ലേ?
ഞാൻ പറയട്ടെ, ഈ മനസ്സിൽ ആരോടും വെറുപ്പുണ്ടാവരുത്. അങ്ങനെ അങ്ങനെ നെഞ്ഞത്ത് കൈവച്ച് പറയാൻ പറ്റണം നമുക്ക്. ഈ മനസ്സിൽ ആരോടും വെറുപ്പുണ്ടാവരുത്. ഈ മനസ്സിൽ ആരോടും അകൽച്ച ഉണ്ടാവരുത്. ഇനി നമ്മളോട് ഒരാൾ അകന്നു, നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ ഓനെ നന്നാക്കാൻ നോക്കണേ, നമ്മൾ ഓനോട് സലാം പറയണേ, ഓന് സഹായങ്ങൾ കൊടുക്കണേ, ഓനോട് വർത്താനം അങ്ങോട്ട് പറയണേ, ഓനെ നോമ്പുറക്കാൻ വിളിപ്പിക്കണേ, ഓനെ കല്യാണത്തിന് വിളിക്കണേ, ഓൻ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണേ. ഓൻ നേരെ കുറ്റു കാട്ടാണ്. എന്ത് കാട്ടാന്? നമ്മൾ പഠിച്ചോനൊന്നല്ലല്ലോ, നമ്മളെ കൊണ്ടിപ്പോ നന്നാക്കി എടുക്കാൻ പറ്റുമോ? നന്നാക്കി എടുക്കാൻ പറ്റും. നേരെ പക്ഷെ ഒരു പൈപ്പാണെങ്കിൽ അത് ഉരുക്കിയിട്ട് ഇങ്ങനെ വളച്ചൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും അല്ലേ? നേരെ മനുഷ്യനെങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ കലപ്പ ഓന് ഉപദേശം, ഓന് നന്നാവട്ടെ. നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മളെ ഭാഗം അത് നല്ലോണം എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങൾ ശ്രദ്ധിക്കണം. തൗബ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ചിട്ടുള്ള മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഖേദപ്രകടനം വരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. अल्लाह मेरे तौबा, अल्लाह मेरे तौबा, अल्लाह मेरे तौबा, अल्लाह मेरे तौबा. എന്റെ തൗബ നീ സ്വീകരിക്കണം, എന്റെ തൗബ നീ കബൂലാക്കണം. എന്റെ തൗബ ഒരു കാട്ടിക്കൂട്ടലാവരുത് റബ്ബേ. ചെയ്ത പോലെ പാപഭാരങ്ങളെ എവറസ്റ്റ് കൊടുമുടിയെ പോലും കീഴടക്കുന്ന രൂപത്തിലുള്ള പാപത്തിന്റെ പാരക്കെട്ടുകളാണ് എന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളത്, എന്റെ മനസ്സിന്റെ അകത്തുള്ളത്. നമ്മുടെ ബാബു കയറിയ മരങ്ങൾ കണ്ടില്ലേ? കണ്ടില്ല മല? എത്ര ഉയരത്തിലാണ് ആ മല? ആ മലയെക്കാളും ഉയരത്തിലുള്ള പാപഭാരങ്ങളാണ് ഈ കുഞ്ഞു ഹൃദയത്തിന്റെ അകത്തുള്ളത് റബ്ബേ. അതിലേറെ ഇരട്ടിയുള്ള തെറ്റുകുറ്റങ്ങൾ. എത്ര വയസ്സായി? 28 വയസ്സ്, 25 വയസ്സ്, 20 വയസ്സ്, 30, 40, 50, 60, 70, 80, 90 വയസ്സുകാലം ഞാൻ ജീവിച്ചു. പലപ്പോഴും ഈ കണ്ണുകളെ ഞാൻ ഹറാമിയത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഈ കാതുകളിൽ ഞാൻ ഹറാമിയത്തിനെ ശ്രവിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഹറാമിയത്ത് പറയാൻ നാവിനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ മനസ്സിന്റെ അകത്ത് വേണ്ടാത്ത ചിന്ത വിചാരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും മറ്റൊരാൾക്ക് പാരവെക്കാൻ, മറ്റൊരാൾ അടിക്കാൻ എന്റെ കയ്യിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും സിനിമക്കും സീരിയലിലും ഗാനമേളക്കും ഹറാമിയത്തിന് വേണ്ടി ഈ കാലുകളെ കൊണ്ട് ഞാൻ നടന്നു പോയിട്ടുണ്ട്. നീ തന്ന വാഹനം, നീ തന്ന സമ്പത്ത്, നീ തന്ന നിഅമത്തുകളെ മുഴുവനും നീ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ പലപ്പോഴും ഞാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട്. എല്ലാം വിശുദ്ധ റമദാനിനെ സാക്ഷിയാക്കി ഞാൻ നിന്നോട് പറയുന്ന റബ്ബേ, ഞാനും നീയും മാത്രമുള്ള തൗബ, ഞാനും നീയും മാത്രം അറിയുന്ന തെറ്റുകൾ, ഞാനും നീയും മാത്രം അറിയുന്ന പാപത്തിന്റെ പാണ്ടക്കെട്ടുകളെ നിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് വിനയത്തോടെ താഴ്മയോടെ നിന്റെ മുമ്പിൽ കേട് പറയാണ് അല്ലാഹ്, നീ ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാഹ്. അതാണ് തൗബ. നീ ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാഹ്. ഗൗരവമാണ്. തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത ഗൗരവമാണ്. തൗബ സ്വീകരിച്ചാലോ ഓന്റെ അത്ര ഭാഗ്യവന്മാർ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. തൗബ സ്വീകരിക്കണം. തൗബ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ഇപ്പൊ കടലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ കടലേറ്റ് ഉണ്ടാക്കുന്ന തിരക്കിലേക്കാരം. സമൂസ ഉണ്ടാക്കണം അല്ലേ? കടലേറ്റും സമൂസ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ നിബന്ധനകളുണ്ട്. പത്തിരി ഉണ്ടാക്കണമെങ്കിൽ നമ്മളെല്ലാരും ചോദിക്കും അടുക്കളയിൽ ചെന്ന്, ഇന്നും പത്തിരിയാ? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാ ഒരു ദിവസം എന്നാ മാനെ ഇജ്ജ് നാളെ പത്തിരി ഉണ്ടാക്കിക്കോ. ഉണ്ടാക്കും. ആദ്യം ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കും. അത് ഉണ്ടാക്കുമ്പോ അത് കഴിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടാണ്. പത്തിരി ഉണ്ടാക്കുമ്പോ പത്തിരി ഉണ്ടാക്കേണ്ടതായ നിബന്ധനകളുണ്ട്. ഉണ്ടല്ലോ. ചോറിന് അരിയിട്ടും പോലെ പത്തിരിക്ക് പൊടി ഊറ്റാൻ പറ്റുമോ? ഊറ്റാൻ പറ്റുമോ? എന്താ ഊറ്റിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുള്ളൂ. ഓരോന്നിന് ഓരോ നിബന്ധനകളുണ്ട് അല്ലെ? പത്തിരി ഉണ്ടാക്കുമ്പോ പത്തിരി ഉണ്ടാക്കുന്ന നിയമം റൂട്ടൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് പത്തിരി ഉണ്ടാക്കുക. പൊറാട്ട അടിച്ചും പോലെ പത്തിരി അടിച്ചാൻ പറ്റുമോ? അടിച്ചിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളൂ, ചൂടാണ്ടാവില്ല അല്ലേ? എല്ലാത്തിനും ഓരോന്നിനും ഓരോ നിബന്ധനകളുണ്ട്. ഓരോന്നിന് ഓരോ നിബന്ധനകളുണ്ട്. ഇപ്പൊ കടലേറ്റ് ഉണ്ടാക്കാന്, പിന്നെ സമൂസ ഉണ്ടാക്കാന്, പഴംപൊരി ഉണ്ടാക്കാന്, ബിജാപ്പൊരി ഉണ്ടാക്കാന്, എന്തൊക്കെ പൊരികളുണ്ടല്ലോ. ഈ വർഷം പുതിയ ഐറ്റംസ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാതിരിക്കൂല.
നിങ്ങളല്ലേ ആൾക്കാർ ഇറങ്ങാതിരിക്കൂല, പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ് നല്ലത്? സുബ്ഹാനല്ലാഹ് ഇല്ലേ, എന്തൊക്കെയാ സാധനങ്ങള്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഓരോ കണ്ടുപിടുത്തല്ലേ, ഓരോ ദിവസവും ഓരോന്ന് റിലീസാവാണ്. ഓരോ ദിവസം അല്ല, ഓരോ വക്തിനും ഓരോന്ന് റിലീസാവാണ്. ഇപ്പൊ യൂട്യൂബ് നല്ലതുകൊണ്ട് ഓരോ വക്തിനും സുബൈക്ക് ഇങ്ങോട്ടൊക്കെടി പുതിയത് വന്നിങ്ങനെ അറിയും, ദോർക്ക് ഇങ്ങോട്ടൊക്കെടി അതിനും വലിയ പുതിയത് അപ്ഡേറ്റ് വന്നിങ്ങനെ അറിയും. അങ്ങനെ ഓരോ വക്തിനും ഓരോ പുതിയ ഐറ്റംസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ വക്തിനും ഓരോ പുതിയ ഐറ്റംസ് ആണ്. അൽഹംദുലില്ലാഹ്, അതൊക്കെ നല്ലതാട്ടോ. വേണ്ടെന്നല്ല പറയാം, നിങ്ങൾ ഉണ്ടാക്കിക്കോളി, നല്ല നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിക്കോളി അല്ലേ. ഇനിയെ അപ്പൊ പറഞ്ഞു വരുന്ന എന്തറിയോ, അതിനൊക്കെ അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചിട്ട് അത് ഉണ്ടാക്കിയാലേ എന്തുണ്ടാവുള്ളൂ? പത്തിരി ആവുള്ളൂ, ചപ്പാത്തി ആവുള്ളൂ, പൊറോട്ട ആവുള്ളൂ. അതിൻ്റെ ഒക്കെ നിബന്ധനകൾ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റെതായ നിബന്ധന ഉണ്ട്. ഇപ്പൊ വണ്ടി മുന്നിക്കട നീങ്ങണമെങ്കിൽ ഗീറ് മാറ്റണം. ഗീറ് വണ്ടി മുന്നേക്ക് പോകണമെങ്കിൽ ഗീറ് മാറ്റണം അല്ലെ. ഗീർ എങ്ങോട്ടും മാറ്റാം, ഫസ്റ്റ് കിട്ടാണ്ട് മുന്നേക്കും മാറ്റാം, ബാക്ക് കിട്ടാണ്ട് റിവേഴ്സുക്കും മാറ്റാം. മുന്നേക്ക് പോകേണ്ട വണ്ടി ബാക്ക് റിവേഴ്സ് ഇട്ടാൽ മുന്നേക്ക് പോകില്ല. അത് അതിൻ്റെതായ നിബന്ധന ഉണ്ട്. മുൻഭാഗത്തേക്ക് ഗീർ മാറ്റണം, എന്നാലേ മുന്നിലേക്ക് പോകുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ നിബന്ധന ഉണ്ട്. ഇതേ പ്രകാരം തന്നെയാണ് തൗബ. നിങ്ങൾ എന്ത് കരുതി? തൗബക്ക് നിബന്ധന ഒന്നും ഇല്ലാതെയോ? തൗബക്ക് നിബന്ധന ഉണ്ട്. ഒന്നാമത്തെ നിബന്ധനയാണ് പറഞ്ഞത്, മനസ്സിൽ നിന്നുള്ള മനസ്സറിഞ്ഞ ഖേദം. മനസ്സറിഞ്ഞ ഖേദം ചെയ്തല്ലോ, പറ്റിപ്പോയല്ലോ എന്ന മനസ്സിങ്ങനെ എപ്പോഴും അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെടണം. അതാണ് തൗബയുടെ ഒന്നാമത്തെ നിബന്ധന. ഒന്ന് എഴുതിയല്ലോ, രണ്ട് നാളെ പറഞ്ഞുതരാം. ബാങ്ക് കൊടുത്ത് സമയമായി, എല്ലാവരും തിരക്കിലാണ് അല്ലേ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് 25-ാം രാവാണ്. ഇന്ന് 25-ാം രാവാണ്, മറക്കരുത്. 25-ാം രാവ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന റമദാനിലെ 25-ാം രാവ്. എല്ലാവരും സ്റ്റാറ്റസ് വെക്കുക, ലിങ്ക് കമന്റിൽ ലഭിക്കുന്നുണ്ട്, അതൊന്ന് ഷെയർ ചെയ്താണ്. എല്ലാവരും കുടുംബങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യും, അയൽവാസികൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ ലിങ്കിൽ വേറെ ഒരാൾ കേട്ട് അതിന്റെ കൂലി കൂടി നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഇന്ന് 500 ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോൾ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്തിട്ടാണ് ഒരാളത് കേൾക്കുന്നെങ്കിൽ അതിന്റെ കൂലി കൂടി അള്ളാഹു നമുക്ക് തരും. പരലോകത്തേക്ക് അള്ളാഹു അതിന്റെ പ്രതിഫലം നമുക്കും അള്ളാഹു തരും. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ടാണ് മറ്റുള്ളവർ കാണുന്നത്, നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് മറ്റുള്ളവർ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു കൂലി അള്ളാഹു നമുക്ക് തരും. അപ്പൊ അതിന് വേണ്ടി ആ ഒരു നിയത്ത് വെച്ചിട്ട് എല്ലാവരും പരസ്പരം ലിങ്കുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതിന്റെ ലിങ്കുകളാണ് കമന്റിൽ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ.
أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله
അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار
أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله
وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أرحم الراحمين ربي മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്നതിനെ കബൂൽ ചെയ്യണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്
സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാതി രാജനായ റഹ്മാനേ, പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. പരിശുദ്ധമായ പുണ്യ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാ, ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. വൻപാപങ്ങളും ചെറുപാപങ്ങളും ഈ മജ്ലിസിലൂടെ നീ പൊരുത്തപ്പെടണേ അല്ലാ, പൊരുത്തപ്പെടണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ റബ്ബേ, ഞങ്ങളിലെല്ലാം മരണപ്പെട്ടു പോയവരെ ഖബറിടത്തിലേക്ക് ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലുന്നതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني.
اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين.
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني ആയിക്കോട്ടെ അല്ലാഹുവേ ആ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യട്ടോ എല്ലാവരും. അപ്പൊ ഇപ്പൊ ചെറിയൊരു ദുആ വരുന്നിട്ട് നിർത്തുകയാണ്. ഇന്ന് രാത്രി നല്ലതുപോലെ നമുക്ക് ദുആയിരിക്കാം. 25 രാവാണ്. യാക്രമ വൈത്തി ചെല്ലണം. 501 ഇസ്തിഗ്ഫാർ ചൊല്ലണം. 501 ഇസ്തിഗ്ഫാർ ചൊല്ലി മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുകയാണ്. തൗബക്ക് വേണ്ടി മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി. തൗബ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മനസ്സൊന്ന് പാകപ്പെടണം. അങ്ങനെയൊക്കെ ഉണ്ട്. തൗബ ചെയ്യണമെങ്കിൽ മനസ്സൊന്ന് പാകപ്പെടണം. ആ രൂപത്തിലേക്ക് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തിട്ട് നിഷ്കളങ്കമായ തൗബ ചെയ്യണം. നമ്മുടെ യതീമക്കളുടെ വീട് നിർമ്മാണത്തിലേക്ക് ഇന്നും സ്വർണങ്ങൾ കൊണ്ടുതന്ന ഉമ്മമാരുണ്ട്. ഉമ്മമാരുടെ സ്വർണങ്ങൾ കൊണ്ടുതന്ന ചെറുപ്പക്കാര് മക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് രാത്രി എല്ലാം ഉസ്താദ് പറഞ്ഞിട്ട് ദുആയിരിക്കും. ഇന്ന് സംഭാവനകളും ദുആവസിയത്തും ഏൽപ്പിച്ചവര് യതീമക്കളുടെ വീട് നിർമ്മാണത്തിലേക്ക് തന്നവരുണ്ട്. അക്കൗണ്ടിലേക്ക് ഓരോരുത്തരോരുത്തർ ചെയ്തതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്ക് അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ 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 അല്ലാഹ് 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 നീ ഞങ്ങളെ കബൂലാക്ക് റബ്ബേ. നീ ഞങ്ങളെ സ്വീകരിക്കുക അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവന്മാരിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ തെറ്റുകളെ മുഴുവനും ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപഭാരങ്ങളെ മുഴുവനും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റബ്ബേ. എല്ലാം നീ ഞങ്ങളോട് പൊറുക്കണം അല്ലാഹ്. എല്ലാം നീ ഞങ്ങളോട് പൊറുക്കണം അല്ലാഹ്. എല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. ഞങ്ങളെ തെറ്റുകളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ. മരണപ്പെട്ടു പോയവരെ ഖബറുകൾ സ്വർഗമാക്കണേ. അരീതല സ്വദേശി മംഗലശ്ശേരി മൊയ്തീൻ എന്നവർ ഇന്നലെ രാത്രി മരണപ്പെട്ടു. അല്ലാഹ് ആ പ്രിയപ്പെട്ടവരെ ഖബർ അല്ലാഹു സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കണേ അല്ലാഹ്. മകൻ മുഹമ്മദ് ഷബിൻ എക്സാം തുടങ്ങുകയാണ്. നല്ല വിജയമുണ്ടാവണം അല്ലാഹുവേ. അല്ലാഹ് സീനത്ത് എന്നവരെ ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആ പൊന്നുമോനടക്കം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. നല്ല വിജയം അല്ലാഹു നൽകട്ടെ. ലൈവ് കാണുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, വലിയ റഹ്മത്ത് നൽകട്ടെ, വലിയ സന്തോഷവും റാഹത്തും സമാധാനവും അല്ലാഹു നൽകട്ടെ. ഇന്നത്തെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന റമളാനിലെ 25 രാവ് നിന്റെ പൊരുത്തത്തിലാക്കി തരണം അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലാക്കി തരണം അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. തിബ്ബു സ്വലാത്തുമുണ്ട് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹീദ ലഹും ശഹ്റു റമളാൻ. اللهم اجعلنا ممن رضي لهم شهر رمضان. اللهم اجعلنا ممن شهد لهم شهر رمضان ولا تجعلنا ممن سخط عليهم شهر رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ദുആ ചെയ്യണം.